എത്ര കഷ്ടപ്പെട്ടാ ഞാൻ അവനെ വളർത്തിയത്. എന്നിട്ട് ഈ കടുങ്കൈ അവൻ ചെയ്തല്ലോ. ഇതങ്ങോട്ട് അങ്ങനെ പിടിയടാ. ഇത് പിടിച്ചിട്ട് അങ്ങോട്ട് കിടക്കടാ. പിടിക്കടാ. അത് അവനൊരു വാക്ക് നീ അത് വിട്. അവളെ ഞാൻ കണ്ട അവളെ കൊടവേറി ഞാൻ ചവിട്ടിക്കലക്കും. നീ അതങ്ങ് വലിച്ചേടാ. കുടിക്കടാ. ഞാൻ അവിടെ അന്ന് പറഞ്ഞത് അവള് പേയാണെന്ന്. എന്തൊരു പഠിപ്പുള്ളവനാ. അച്ഛാ, അച്ഛൻ വിഷമിക്കണ്ട. നിന്നെ പോലെ ആത്മഹത്യ ചെയ്ത ഒരാളാണ് ഞാനും. കഴിഞ്ഞ മാസമായിരുന്നു എന്റെ അടക്കം. നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? നിന്നെ കാണുമ്പോ എന്തോ ഒരു വിഷമം, അതാ ഞാൻ വന്നത്. ഞാനിപ്പോ ഇവിടെ എന്ത് ചെയ്യാനാ? ഞാനും കുറച്ചു നേരം ഇവിടെ ഇരിക്കാം. തന്റെ വിഷമത്തിന് എന്താണ് കാരണം? നമ്മുടെ കാര്യം വീട്ടുകാരറിഞ്ഞു. റൂമിൽ പൂട്ടിയിരിക്കുകയായിരുന്നു. എൻ്റെ ചേട്ടന്മാർ അന്വേഷിച്ചു പിടിച്ചു. ചേട്ടനെ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞു. ചേട്ടനെ മാത്രമല്ല എന്നെയും കൊല്ലുമെന്നാണ് ഭീഷണി. പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവൻ്റെ കൈയും കാലം തല്ലി പിടിക്കാനും സാധ്യതയുണ്ട്. ഒന്നും വിടാതിരിടാ. ആദ്യം ഇതും പറഞ്ഞ അവളെ പേടിപ്പിക്കാൻ. നീ ഇവിടെ വെച്ച് വേറെ ആരെങ്കിലും നോക്കും. എനിക്ക് ഇവളെ മതി. ഇവളെ കെട്ടാനായിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എന്തും ചെയ്യോ? എന്തും ചെയ്യും. ചേട്ടാ, എന്തെങ്കിലും ഒരു ഐഡിയ പറയും. അത് നല്ല ഐഡിയ. അവളെ റൂമിനകത്ത് പൂട്ടിയിട്ടതല്ല, അവളുടെ മുറച്ചെറുക്കനായിട്ട് കല്യാണം ആലോചിച്ചിരിക്കുക. അടുത്ത ആഴ്ച കല്യാണം. അവൾ 1 മാസം ഗർഭിണിയാ.
അതുകൊണ്ടാണ് കല്യാണം ആലോചിച്ചത്. അവൾ നിന്നെ വഞ്ചിച്ചു, അതാണ് സത്യം. അവർ തമ്മിൽ നല്ല ഡിങ്കോലാഫിയാണ്. അവൾ നിന്നെ തേച്ചു. ഇനി തൻ്റെ കഥ പറയും. ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലെ സഹപ്രവർത്തകനുമായി ഞാൻ ഇഷ്ടത്തിലായിരുന്നു. ഞങ്ങൾ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചതായിരുന്നു. ആള് വലിയ കോടീശ്വരനൊന്നും അല്ല, എന്നാൽ നല്ല മനസ്സിൻ്റെ ഉടമയാണ്. അയാളും വീട്ടുകാരുമൊത്ത് എന്നെ പെണ്ണ് കാണാൻ വന്നു. മോളെ കാണാൻ വേണ്ടി. എൻ്റെ പെങ്ങളെ ഒരു ദരിദ്രവാസി കല്യാണം കഴിച്ചു കൊടുക്കില്ല. ഞാൻ പറയുന്നത് കേക്ക്, അല്ലെങ്കിൽ നിന്നെയും അവനെയും കളിയാക്കും. കളിയാ ഞാൻ. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോണം. എന്റെ അനിയത്തെ നിങ്ങളുടെ മകന് കെട്ടിച്ചു തരാൻ പറ്റില്ല. ഇറങ്ങിപ്പോക്കോ. പിന്നെ ഒരുപാട് ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്നു. എനിക്ക് ഈ ഭൂമിയിൽ തന്നെ ജീവിക്കണ്ടെന്ന് തോന്നി. അവസാനം ഒരു കഷ്ണം ബ്ലൈഡ് കൊണ്ട് ഞാൻ എൻ്റെ ജീവൻ എടുത്തു. പക്ഷേ ഇപ്പൊ തോന്നുന്നു വേണ്ടായിരുന്നു എന്ന്. എന്ത് ചെയ്യാം, പോയ ബുദ്ധി ആന പിടിച്ചാൽ തിരിച്ചു കിട്ടുമോ? മരിച്ച ആത്മാക്കൾക്കുണ്ടോ വികാരവും വിചാരവും ഒക്കെ? മരിച്ച് നരകത്തിൽ ചെന്നിട്ടും അവിടെയുണ്ടല്ലോ ചില നരമ്പ് രോഗികൾ. കുറേശ്ശെ വെക്കടാ. Cheers.
അവള് വഞ്ചിച്ചെന്നും പറഞ്ഞിട്ട് അവനും ഓടിപ്പോയി കയറി കൊണ്ട് ഞാൻ അവനോട് അന്ന് പറഞ്ഞതാ അവള് പിഴയാണെന്ന്. നിന്നെപ്പറ്റി പറയുന്നത് നീ കേൾക്കുന്നില്ലേ? അവസാനം അവൻ